രാത്രിയിലെ അവസാന ചിന്ത നിങ്ങളുടെ നാളെയെ സ്വാധീനിക്കുമോ? നമുക്ക് ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ചോദിച്ചാലോ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എൻ്റെ മനസ്സിലെ അവസാന ചിന്ത എന്തായിരുന്നു? എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, എൻ്റെ ജീവിതം എവിടേക്കാണ് പോകുന്നത്, ഞാൻ പരാജയപ്പെട്ടോ, നാളെ എന്താകും? അതോ ദൈവമേ നന്ദി, ഇന്ന് ഞാൻ തീരുമാനിച്ച കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു, എന്നാലും ചെയ്യാതെ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇന്നത്തേതിൽ നിന്നും മെച്ചമായി എനിക്ക് നാളെ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഞാൻ എന്നെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇരുത്താനായിട്ട് ശ്രമിക്കും. ഞാൻ വിചാരിച്ചാലല്ലേ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കുട്ടിയെ അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹത്തോടെ മനസ്സിലാക്കാനും സാധിക്കും. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നമ്മൾ ദിവസത്തിൽ ആയിരക്കണക്കിന് ചിന്തകൾ ചിന്തിക്കുന്നു. എന്നാൽ എല്ലാ ചിന്തകൾക്കും ഒരേ ശക്തിയില്ല. വികാരത്തോടൊപ്പം ചേർന്ന ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്വാധീനമുണ്ട്. ഒരു സംഭവം ഓർമ്മിക്കൂ. ഒരു ദിവസം ആരോ ഒരാൾ നിങ്ങളെ പ്രശംസിച്ചു, മറ്റൊരാൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഏതാണ് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തയുടെ പാറ്റേൺ ഇതായിരിക്കും. മിക്കവാറും പേർക്കും വേദനിപ്പിച്ച വാക്കായിരിക്കും. എന്തുകൊണ്ട്? കാരണം മനുഷ്യന്റെ മസ്തിഷ്കം വികാരമുള്ള അനുഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്വഭാവമുള്ളതാണ്. ഇത് മനഃശാസ്ത്രത്തില് നെഗറ്റിവിറ്റി ബയാസ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ ഭയവും ദേഷ്യവും കുറ്റബോധവും മനസ്സിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ പൂർവികരുടെ ജീവിതജ്ഞാനം അത്ഭുതപ്പെടുത്തുന്നത്. നമ്മൾ മക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് ഒരുപാട് അറിവുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അവർക്ക് ഓരോ ദിവസവും ജീവിതജ്ഞാനം കൊടുക്കുന്നുണ്ടോ? പണ്ട് എൻ്റെ അമ്മൂമ്മ പറയുമായിരുന്നു, രാത്രി കിടക്കുന്നതിന് മുൻപ് നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ഒരു തവണ കൂടി ഓർമ്മിക്കണം, ആരെയും ശപിച്ചിട്ട് കിടന്നുറങ്ങരുത്, ദേഷ്യത്തോടെ കിടക്കരുത്. അവർക്ക് ന്യൂറോ സയൻസ് ഒന്നും അറിയില്ലായിരുന്നു, അവരാരും ബ്രെയിൻ റിസർച്ച് പഠിച്ചിരുന്നുമില്ല. പക്ഷേ ജീവിതത്തെ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. കാരണം അവർക്ക് മനസ്സിലാകുമായിരുന്നു, ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ടു മുൻപ് മനസ്സിൻ്റെ അവസ്ഥ എന്താണ്, അത് അടുത്ത ദിവസത്തിൻ്റെ തുടക്കത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ടാണ് പല വീടുകളിലും രാത്രി വിളക്കണയ്ക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നത്. അത് ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ല, സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ കൂടിയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരമ്മ രാത്രി മുഴുവൻ ചിന്തിക്കുന്നത് എൻ്റെ കുട്ടി ഒന്നിനും കൊള്ളില്ല. കിടക്കാൻ നേരം അമ്മ ഭയന്നിട്ട് കിടക്കുകയാണ്, നാളെ പരീക്ഷയാ, എന്തു ചെയ്യും, എൻ്റെ കുഞ്ഞ് മാർക്ക് വാങ്ങുമോ? ഈ ഒരു ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. എൻ്റെ കുഞ്ഞ് മാർക്ക് വാങ്ങുമോ? ഈ ചോദ്യത്തിൽ അമ്മയ്ക്ക് കുഞ്ഞിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് സ്വയമുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. പിന്നെ ആ കുഞ്ഞെങ്ങനെ മാർക്ക് വാങ്ങും? കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിക്ക് ഭാവിയില്ല, ഞാൻ തോറ്റുപോയൊരമ്മയാണ് തുടങ്ങി ഒരുപാട് ചിന്തകളോടെ കുറ്റബോധത്തോടെ ഒരമ്മ കിടന്നുറങ്ങിയാൽ രാവിലെ ആ അമ്മ എഴുന്നേൽക്കുമ്പോൾ ആ കുട്ടിയോട് സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് അറിയണ്ടേ? അമ്മയുടെ സമ്മർദ്ദം, കൂടുതൽ വിമർശനങ്ങൾ, കൂടുതൽ ഭയം. അമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങും കുട്ടിയോട്. കുട്ടി അല്പം കിടന്നുറങ്ങിപ്പോയാൽ അമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ കുട്ടി അമ്മയോട് അകന്നു പോകും. മറുവശത്ത് മറ്റൊരമ്മ ഇപ്രകാരം ചിന്തിച്ചാലോ, അതെ, ഇന്നലെയും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഇന്നും ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ എൻ്റെ കുട്ടിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ ഒരു കഴിവുണ്ട്, അവൻ ഇന്നലത്തേതിലും കുറച്ചുകൂടി ബെറ്ററാണ് ഇന്ന്. കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കും, ഇന്നലത്തേതിലും നീ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു, അത് കണ്ടിട്ട് അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്, നീ പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി നല്ല കുട്ടിയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി.
എല്ലാം ശരിയാകും. അത് വേറൊരു ലെവലിലായിരിക്കും കുട്ടിയെ കൊണ്ടുപോവുക. അവരുടെ ശബ്ദവും വ്യത്യസ്തമായിരിക്കും, അവരുടെ സമീപനം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കുട്ടിയുടെ പ്രതികരണം മാറാനുള്ള സാധ്യതയും കൂടും. ശ്രദ്ധിക്കൂ, ഇത് മാജിക്കല്ല, ഇത് വെറുതെ ചിന്തിച്ചാൽ എല്ലാം നടക്കുമെന്നുള്ള ആശയവുമല്ല. ചിന്ത നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നു, ശ്രദ്ധ നമ്മുടെ തീരുമാനങ്ങളെ മാറ്റുന്നു, തീരുമാനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റുന്നു. ആ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഫലങ്ങളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് രാത്രി അവസാനിക്കുന്ന ചിന്തയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്ന് മുതൽ സന്ധ്യയാകുന്ന സമയം മുതൽ ഓരോ കാര്യങ്ങളും വീട്ടിൽ ഓരോ അമ്മമാരും ചെയ്യാൻ. നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? എത്ര പേര് റെഡിയുണ്ട്? റെഡിയായവര് കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ പേരെഴുതിക്കേ. ഉറങ്ങുന്നതിന് മുൻപ് വെറും 3 മിനിറ്റ് ഫോൺ മാറ്റിവെക്കുക. 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. 1, ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇത് അമ്മയോട് ചോദിക്കാനുള്ള ചോദ്യമാണ് കേട്ടോ. അമ്മ ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ ഐ ആം റെഡി എന്നോ ആക്ഷൻ എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഞാൻ ഇന്ന് ആരോടാണ് നന്ദി പ്രകടിപ്പിച്ചത്? ഞാൻ ഇന്നലത്തെ എൻ്റെ ചിന്തയിൽ നിന്നും എത്ര ശതമാനം മെച്ചപ്പെട്ടു? ഇത് അമ്മയ്ക്ക് ചോദിക്കാമല്ലോ. ക്രമേണ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ പഠനകാര്യത്തിൽ ഇത് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പ്രാർത്ഥന, ഒരു നന്ദി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എസ് ജാനകി പാടിയൊരു പാട്ടാണെന്ന് തോന്നുന്നു. ഞാനുറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി നന്നായി. ശരിക്കും ഉറങ്ങാൻ നേരത്ത് അതുപോലൊരു പാട്ട് നിങ്ങളുടേതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നന്ദി പറയാൻ പറ്റുമല്ലോ. ഒരു നന്ദി, ഒരു നല്ല ചിന്ത, ഇതോടെ ഒന്ന് ഉറങ്ങി നോക്കൂ. ഈ ഒരു രാത്രി കൊണ്ട് ജീവിതം മാറില്ല. പക്ഷേ കുറേ ദിവസങ്ങൾ കൂടുമ്പോൾ ഒരേ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത മാറും. ചിന്ത മാറുമ്പോൾ സംസാരം മാറും. സംസാരം മാറുമ്പോൾ ബന്ധങ്ങൾ മാറും. ബന്ധങ്ങൾ മാറുമ്പോൾ ജീവിതം മാറാൻ തുടങ്ങും. അതിനാൽ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക. നമുക്ക് ഇവിടെ ഇന്ന് രാത്രി കഴിയുമ്പോൾ നമുക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അതോടൊപ്പം നമുക്കിവിടെയുള്ള ജീവിതത്തിൻ്റെ ഒരു ദിവസമാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ മറയുക. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഈ ഒരു വോയിസ് കേൾക്കുന്ന നിമിഷം മുതൽ സ്വയം സ്നേഹിക്കുക. എന്നിട്ട് സ്വയം മാറാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതം, വേറൊരാടെയല്ല, നമ്മുടെ ജീവിതമാണ്. ഇതിന് ഉത്തരവാദിത്തം പറയാൻ ലോകത്താരും നമ്മുടെ അടുത്ത് വരില്ല. അച്ഛൻ വരില്ല, അമ്മ വരില്ല, സഹോദരങ്ങൾ വരില്ല, ഗുരുക്കന്മാർ വരില്ല, മെൻറ്റർ വരില്ല, മക്കൾ വരില്ല, ആരും ഉണ്ടാവില്ല. നമ്മൾ നേരാവണ്ണം ജീവിച്ചോ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചാൽ, എനിക്ക് അതിനുള്ള അറിവ് കിട്ടിയ നിമിഷം മുതൽ ഞാൻ കൃത്യമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ഓരോ വ്യക്തികൾക്കും പറയാൻ സാധിക്കണം. കഴിഞ്ഞു പോയതെല്ലാം ഇരുളാണ്. ഈ നിമിഷം നമ്മൾ നമ്മളുടെ ഉള്ളിൽ വെളിച്ചം തെളിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും, നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്ന്. പക്ഷെ ആ പ്രശ്നങ്ങളെ നോക്കിയിരുന്നാൽ ഒരിക്കലെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുമോ? അതെ, ഇതാണ് ആ മുഹൂർത്തം. ഈ നിമിഷത്തിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലെ വിജയത്തിന് വേണ്ട വെളിച്ചം തെളിയിക്കാം. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു കമൻ്റ് എഴുതുക ഇതിൻ്റെ താഴെ. ഭയമല്ല വിതയ്ക്കേണ്ടത്, പ്രതീക്ഷയാണ്. വിദ്വേഷമല്ല വേണ്ടത്, ക്ഷമയാണ്. പരാതിയും പരിഭവവും ഉള്ളയാൾക്ക് ഒരിക്കലും സമാധാനത്തോടെ കിടന്നുറങ്ങാനാവില്ല. നിരാശയല്ല വേണ്ടത്, നന്ദിയാണ്. കാരണം നല്ലൊരു നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് ആ നന്ദി ഫീൽ ചെയ്യാൻ തുടങ്ങും, അല്ലേ? നല്ലൊരു നാളെയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എപ്പോഴാണ്? ഇന്ന്, ഇപ്പോൾ, ഈ രാത്രിയിൽ.
ഈ രാത്രിയിൽ 8 മണിക്കുള്ള ചിന്ത, 8:30-ക്കുള്ള ചിന്ത, 9-നുള്ള ചിന്ത, ഇങ്ങനെ നമ്മൾ കിടക്കുന്ന സമയം മുതലുള്ള ചിന്തകളാണ് നമ്മളുടെ നാളെ തീരുമാനിക്കുന്നത്. നമ്മളുടെ നാളെ എന്നാൽ നമ്മളുടെ മക്കളുടെയും നാളെയാണ്. നമ്മളുടെ ദേഷ്യവും സന്തോഷവും ഒക്കെ കണ്ടിട്ടാവും മക്കൾ എഴുന്നേറ്റ് വരിക. അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളാ. മക്കൾ യാതൊരു കാരണവശാലും സങ്കടപ്പെടാൻ പാടില്ല. അതിനു വേണ്ടി അമ്മയോ അച്ഛനോ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണമെങ്കിലും സഹിച്ചേ മതിയാകത്തുള്ളൂ. അത് അവനവനെ ചിട്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ അത് ചിട്ടപ്പെടാൻ തയ്യാറാകണം, സ്വയം തയ്യാറാകണം. ഇന്നത്തെ ഈ രാത്രി ചിന്തയിൽ നിന്ന് നമുക്ക് ഒരു പുതിയ വെളിച്ചത്തിലേക്ക് യാത്ര ആരംഭിക്കാം. ഈ ടൈം നമുക്കുള്ളതാണ്. ഇതൊരു മാജിക് ടൈമാണ്. നമ്മൾ തീരുമാനം എടുക്കുക. നാളെ മുതൽ സന്തോഷത്തോടെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കും, അപ്പോൾ ഉള്ള കടം, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉള്ള ബന്ധങ്ങളുടെ വിള്ളലുകൾ ഇതെവിടെ കൊണ്ടുവന്ന് തീർക്കും ടീച്ചറെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാത്രിയിൽ, ഇന്ന് ഈ രാത്രിയിൽ ഈ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ അയ്യോ എനിക്ക് ഇരുട്ടാണേ എന്ന് അലമുറയിട്ട് കരയുകയാണോ ചെയ്യുക? ഒരു മെഴുകുതിരിയെങ്കിലും എടുത്ത് കൊളുത്തി നിങ്ങളുടെ കയ്യിൽ പിടിക്കുകയാണോ ചെയ്യുക? ലെറ്റ്യൂഡ് തരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസവും കൊളുത്താനുള്ള ഓരോ മെഴുകുതിരികളാണെന്ന് വിശ്വസിക്കുക. നിങ്ങളെ സ്നേഹിക്കുക, സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ആശയം ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്നോടൊപ്പം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. കോൾ ചെയ്യരുതേ, കാരണം എനിക്ക് പേഴ്സണലായിട്ട് കോളുകൾ എടുക്കാനുള്ള ടൈം കിട്ടില്ല. ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി, കോൺഷ്യസ് പേരൻറ്റിങ് എന്ന്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് അവരുടെ കണ്ണുകളിൽ അവരുടെ പ്രശ്നങ്ങൾ ദർശിക്കാനാവുക. വേണ്ട, നമുക്ക് കുഞ്ഞുങ്ങളെ സങ്കടപ്പെടുത്തണ്ട. അവർ ഭാവിയിലെ നമ്മളുടെ പിൻഗാമികളെ നയിക്കാനുള്ളവരാ. ലവ് യു ഓൾ.